കോൺഗ്രസിൽ ജയസാധ്യത ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാവരുടെ കാര്യത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ജയസാധ്യതയുണ്ട് എന്നാണ് ഒരു സംശയവും. ഈ രീതിക്കാണ് എല്ലാ മണ്ഡലങ്ങളിലെയും വിലയിരുത്തലുകൾ വരുന്നത്. എന്നാൽ കൃത്യമായി വിജയസാധ്യത ഉറപ്പിച്ച എത്ര സ്ഥാനാർത്ഥികളുണ്ട്? അല്ല, അത് ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് ചേച്ചി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹരിപ്പാട് എത്ര ടൈ ആണെന്ന് പറഞ്ഞാലും രമേശ് ചെന്നിത്തല ജയിക്കും. പറവൂര് എന്ത് പറഞ്ഞാലും വി ഡി സതീശൻ ജയിക്കും. കുണ്ടറ പി സി വിഷ്ണുനാഥ് ജയിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ എത്ര ടൈ മത്സരം എന്ന് പറഞ്ഞാലും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഉറപ്പുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ട മണ്ഡലം പുതുപ്പള്ളി ആയിരിക്കും. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ്. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയാണ്. ഇപ്പൊ അത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി അല്ല എന്ന് പറയേണ്ടി വരും. ചാണ്ടിയുമ്മന്റെ പുതുപ്പള്ളിയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നു. ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിലേക്ക് മത്സരിക്കുന്നു, വിജയിക്കുന്നു. എനിക്ക് തോന്നുന്നു അന്ന് വിജയിച്ച ആ ഒരു ഭൂരിപക്ഷം ഇരട്ടിയാക്കിയിട്ടായിരിക്കണം ചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. കാരണം ചാണ്ടി വളരെ വ്യത്യസ്തനാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം ഇപ്പോ ചാണ്ടി പുതുപ്പള്ളിയുടെ മാത്രം മകനാണ്. ഉമ്മൻചാണ്ടിയും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഞായറാഴ്ച പുതുപ്പള്ളിയിൽ ഓടിയെത്തും. ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി. പക്ഷെ ചാണ്ടി തിരിച്ചാണ്. പുതുപ്പള്ളി കഴിഞ്ഞേ ഉള്ളൂ ചാണ്ടിക്ക് എന്തും. ഇപ്പൊ നമ്മളൊരു പരിപാടിയിൽ ചാണ്ടി വിളിക്കുകയാണ്, ഏതെങ്കിലും പരിപാടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ചാണ്ടി പറയുന്നത് ഞാൻ പുതുപ്പള്ളിയിൽ ഇത്ര കാര്യങ്ങൾ ഏറ്റുപോയി, അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറയുന്ന രീതിയിലേക്ക് ചാണ്ടി മാറിയിട്ടുണ്ട്. കാര്യം പുതുപ്പള്ളിയാണ്, അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്നത് പുതുപ്പള്ളിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ചേച്ചിക്ക് അറിയുന്ന എനിക്കല്ല, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA ആയി ചാണ്ടിയുമ്മൻ വരുമ്പോൾ ആദ്യത്തെ കുറച്ച് നാള് ഒന്നും പുതുപ്പള്ളിക്ക് വേണ്ടി ചാണ്ടിയുമ്മൻ ചെയ്തിട്ടില്ല. ചാണ്ടിയുമ്മൻ പല സ്ഥലങ്ങളിൽ വിദേശത്തും മറ്റുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പൊ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പന്റെ പേര് കളയാൻ വേണ്ടിയാണ് ഈ മകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ പോലും ചാണ്ടിയുമ്മൻ ജയിക്കില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും മറുനാടനൊക്കെ ആ സമയത്ത് വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അച്ചൂമ്മനെ നിർത്തിയാൽ മതിയായിരുന്നു, ചാണ്ടിയെ മത്സരിപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ. അവിടെ നിന്നാണ് ഒരു മാറ്റം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ ഏറെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളില്ലാതെ, അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ശബ്ദ മലിനീകരണം, നോട്ടീസ് വിതരണമായാലും ശരി, എല്ലാ രീതിയിലും വളരെ വലിയ രീതിയിൽ ജനങ്ങൾ വെറുക്കുന്ന രീതിയിലാണ് സാധാരണ ഈ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രചരണം എന്ന് അത് ഏവരും പ്രശംസിച്ച ഒരു കാര്യവും കൂടിയാണ്. അതാണ് എനിക്ക് തോന്നുന്നു LDFിലുള്ള അല്ലെങ്കിൽ മറ്റു മുന്നണിയിലുള്ളവർ പോലും മാതൃകയാക്കാം എന്ന് പറഞ്ഞൊരു രീതിയായിരുന്നു. ബോർഡുകളില്ല, കട്ടൗട്ടുകളില്ല, പോസ്റ്ററുകളില്ല, ഇതൊന്നുമില്ല. സൈക്കിളിൽ പോയി എനിക്ക് തോന്നുന്നു ചാണ്ടിക്ക് ഒപ്പം ആള് പോകണമെന്ന് പോലുമില്ല. ചാണ്ടിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ നിയോജക മണ്ഡലത്തിലെ കയറാൻ കഴിയുന്ന മിക്ക വീടുകളും ഓടിക്കയറിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിനെയും ചാണ്ടി നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരാളും മറ്റൊരു സ്ഥാനാർത്ഥിയും ഒരു നിയോജക മണ്ഡലത്തിലും ഇത്രയും വീട് സന്ദർശിച്ചിട്ടുണ്ടല്ലോ. അത്രത്തോളമാണ് സൈക്കിളിൽ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല വേഷം, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ പോകുന്നു. എല്ലായിടത്തും അവസാന നിമിഷം പറഞ്ഞു കൊട്ടിക്കലാശം വേണം. അതായത് രാഷ്ട്രീയക്കാരന്റെ കോപ്രായങ്ങളില്ലാതെ ജനപ്രതിനിധിയാകാനുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ചാണ്ടി ഉമ്മൻ എന്ന്. എനിക്ക് തോന്നുന്നു ആദ്യം ചാണ്ടി MLA ആവുന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. എനിക്കൊന്ന് സീരിയസ്ലി പറഞ്ഞാൽ ചാണ്ടിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പാണ്, വളരെ കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ചാണ്ടി ഓടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പുതുപ്പള്ളിയിൽ മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ച് ഇതേ ചാണ്ടി പോയിട്ടുണ്ട്. ചാണ്ടി ഉമ്മന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പുതുപ്പള്ളിയിൽ ആളുണ്ട്. എന്നിട്ടും ചാണ്ടി സൈക്കിളിൽ പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. കൊട്ടിക്കലാശം വേണ്ട എന്ന് പറയുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടില്ല കൊട്ടിക്കലാശം വേണ്ടെന്ന്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെ ചാണ്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറ്റൊരാൾക്ക് വേണ്ടി പുതുപ്പള്ളിയിൽ മറ്റൊരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുവാക്കളെ പരിഗണിക്കുമ്പോൾ ഞാൻ മാറണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, 50 അല്ലെങ്കിൽ 5 ടേം 25 വർഷം 5 ടേം MLA ആയിരുന്നവർ പോലും പറയുന്ന കാര്യമല്ല ഞാൻ മാറാമെന്ന്. പക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പ് 5 ടേം 5 വർഷമോ അല്ല 5 ടൈം 25 വർഷം. അത് ഈ കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരും ഇതൊന്ന് കണ്ട് മാതൃകയാക്കേണ്ടതാണെന്നേ പറയാം. അതേ ചാണ്ടി 5 വർഷം ഇരുന്നിട്ടില്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് MLA ആവുന്നത്. അതേ ചാണ്ടി പറഞ്ഞ എന്താണ്, ഞാൻ മാറാൻ തയ്യാറാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നൊരു പദം, ഉമ്മൻചാണ്ടിയുടെ പെൺമക്കൾ ആരെങ്കിലും മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരുടെ പേരും വന്ന സമയത്തും പറഞ്ഞത്, അപ്പ പറഞ്ഞു ഒരാൾ രാഷ്ട്രീയത്തിൽ വന്നാൽ മതി എന്നാണ്. അവര് വരികയാണെങ്കിൽ ഞാൻ മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിലപാട് തന്നെയാണ്. ഇനി മറിച്ച് എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ വൈകിപ്പോയി. ചാണ്ടിയെ കേരള രാഷ്ട്രീയത്തിലേക്ക് മുന്നേ കൊണ്ടുവരണമായിരുന്നു. ഉമ്മൻചാണ്ടി എടുത്തൊരു നിലപാട് എന്താണ്, എന്റെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണ്ട, അല്ലെങ്കിൽ ഞാൻ വഴി മക്കൾ വരണ്ട എന്നത് ഉമ്മൻചാണ്ടി എന്ന പിതാവിന്റെ തീരുമാനമായിരുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ചാണ്ടിയെ വളരെ നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങണമായിരുന്നു. എങ്കിൽ കുറച്ചുകൂടി സജീവമായി. കാര്യം
ചാണ്ടി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ഡൽഹിയിലാണ്, ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതൊക്കെ. പക്ഷെ ചാണ്ടി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ചാണ്ടി പറയുന്നത് പുതുപ്പള്ളിയിൽ ആർക്കും വീടില്ലാതെ ഇരിക്കരുത്. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതുപ്പള്ളിയിൽ എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുക. ഈ പറയുന്ന പോസ്റ്ററിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനാവുന്ന കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാകുന്ന തുക ഏതെങ്കിലും ഒരു ആളുടെ വീട് വെക്കാൻ കഴിഞ്ഞാൽ അത്രയും ആയില്ലേ. ഞാൻ ഏത് വിധേനയും അല്ലെങ്കിൽ ഞാൻ തന്നെ ആളുകളെ കണ്ടെത്തും, ഞാൻ തന്നെ സ്പോൺസേഴ്സിനെ കണ്ടെത്തും, ഞാൻ തന്നെ വീട് വെച്ച് കൊടുക്കും. പുതുപ്പള്ളിയിൽ ആർക്കും വീടുണ്ടാകാൻ അല്ലെങ്കിൽ വീടില്ലാതിരിക്കാൻ പാടില്ല എന്ന് ഒരു MLA പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയുള്ള MLA-മാരല്ലേ കേരളത്തിൽ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാണ്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ വരുന്ന സമയത്ത് രണ്ടുപേരും കൂടി സൈക്കിളിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു, രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് പറഞ്ഞു. കാര്യം രണ്ടുപേർക്കും ആ ഒരു രീതിയാണല്ലോ പുതുപ്പള്ളിയിൽ ഉത്സവം. രണ്ടുപേരും ഈ രാഷ്ട്രീയക്കാരുടെ കാപട്യമോ ചാടകളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. പുതുപ്പള്ളിയിൽ ഉത്സവങ്ങൾ പോയി ഗാനമേളയ്ക്ക് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പാടുന്നത് മറ്റുള്ളവർ അതൊന്നും ചിന്തിക്കുന്നില്ല. പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ജനങ്ങളിൽ ഒരാളായി അന്നദാന സ്ഥലത്ത് അന്നദാനം വിളമ്പുന്നു. വളരെ സിമ്പിളാണ്. ഇനി ഉമ്മൻചാണ്ടിയെ പോലെ ആകും, അല്ലെങ്കിൽ പുതുപ്പള്ളിയുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മുകളിലാണ് ചാണ്ടി എന്ന് പറയേണ്ടി വരും. പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ചാണ്ടി എത്തുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി ആയില്ലായിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി അല്ലായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് തന്നെ KSUവിന്റെ സമയത്തൊക്കെ എല്ലായിടത്തും ഉമ്മൻചാണ്ടി. ഇതിപ്പോ പുതുപ്പള്ളിയുടെ ചാണ്ടിയുമ്മനാണ്. പക്ഷെ കേരളത്തിലെ പല ജില്ലകൾ നമ്മൾ എടുക്കുമ്പോഴും ഇന്നും ചാണ്ടിയുമ്മൻ എന്ന MLA അല്ല, ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണ്. അതിന്നൊരു മാറ്റം വരണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ചാണ്ടിയുമ്മൻ എന്ന രീതിയിൽ തന്നെ പലരും പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉയർന്നു വരേണ്ട ആളാണ് ചാണ്ടി, മന്ത്രിയാകാൻ യോഗ്യനാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി, ഇതുപോലെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ, അപ്പൊ ഒരു മന്ത്രിസ്ഥാനം UDF അധികം. അപ്പൊ ആ ആള് പറഞ്ഞത് ചാണ്ടി അതിനൊന്നും നിൽക്കില്ല, വേണ്ട, എനിക്ക് പുതുപ്പള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു മോഹങ്ങളില്ല, അല്ലെങ്കിൽ അധികാര മോഹമില്ലാത്ത വ്യക്തിയാണ് ചാണ്ടി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും കോൺഗ്രസിന്റെ ഷുവർ സീറ്റ് തന്നെയാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയെ കൈവിടാത്ത പുതുപ്പള്ളി ചാണ്ടിയുമ്മനെ ഈ തെരഞ്ഞെടുപ്പിലും പൊതിഞ്ഞു നിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.